തിരൂർ അന്ന് ചുവപ്പുകോട്ടയായതെന്ന് പറയുന്നത് അന്ന് പഴയ തിരൂർ മണ്ഡലമാണ്. പുതിയ തിരൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ കുറ്റിപ്പുറത്തിൻ്റെ ഭാഗമായി തിരുനാവായ, കൽപ്പകഞ്ചേരി, വളവനൂർ, ആദവനാട് പഞ്ചായത്ത് കൂടി ഇവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായും ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം കുറുക്കോളിക്ക് ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ മണ്ഡലത്തിൽ നടത്തിയ 300 കോടിയുടെ വികസന പ്രവർത്തനമുണ്ട്. കായിക മന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിൽ ഏറ്റവും മോശം കായിക മന്ത്രിയായി അറിയപ്പെട്ട ഒരാൾ, താനൂരിൽ നിന്ന് പേടിച്ചോടിയ ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ വലിയ വിജയം ഉണ്ടാകും തന്നെയാണ് നാട്ടുകാരായ എല്ലാവരുടെയും വിശ്വാസം. ഒരുപക്ഷെ ഈ മന്ത്രി ഇങ്ങോട്ട് വന്നത് പരാജയ ഭീതി എന്ന് തന്നെയാണോ? തീർച്ചയായും. കാരണം ബോട്ടപകടത്തിലെ ഇരകളെ മുമ്പിൽ ഇനി എന്ത് പറയും. പിന്നെ താനൂരിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം കാറിൽ അങ്ങോട്ട് കൊണ്ട് പോകാമെന്നല്ലാതെ നിലവിൽ ഒരു വികസന പ്രവൃത്തി അവിടെ നടത്തിയിട്ടില്ല. കമ്മീഷൻ അടിച്ചെടുക്കാൻ കഴിയുന്ന എന്തെങ്കിലും ചില കാര്യങ്ങൾ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെതായി കൊണ്ടുവന്നൊരു പ്രൊജക്റ്റ് താനൂർ മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവിടുത്തെ പഠനങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ഏകദേശം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു 20,000-ലധികം ഭൂരിപക്ഷത്തിൽ കുറുക്കോളി ജയിക്കും തന്നെയാണ്. കാരണം പുതിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയുള്ളൊരു ട്രെൻഡ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ ട്രെൻഡ് അതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകും തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും വോട്ടർമാർക്ക് നല്ല അഭിപ്രായമാണ് നമ്മുടെ സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥിയെ പറ്റിയിട്ട്. വമ്പിച്ച ഒരു ഭൂരിപക്ഷത്തിന് തന്നെ കുറുക്കോളി മൊയ്തീൻ സാഹിബ് കേവലം നല്ല ഭൂരിപക്ഷം, ഏകദേശം 20,000 അടുത്തുള്ള ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളതാണ് പൊതുവെ ഒരു അഭിപ്രായമുള്ളത്. തിരൂരിനെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയായിട്ടാണ് UDFൻ്റെ സ്ഥാനാർത്ഥി വന്നിട്ടുള്ളത്. ഈ വികസനത്തെ പറ്റി പറയുകയാണെങ്കിൽ 400 കോടിയിലധികം വികസനങ്ങളാണ് തിരൂർ മണ്ഡലത്തിൽ മൊയ്തീൻ സാഹിബ് നടത്തിക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വോട്ടർമാർക്കും നല്ലൊരു ആത്മവിശ്വാസം തന്നെയാണുള്ളത്. ആ അന്തരീക്ഷത്തിന് വിജയപ്രതീക്ഷയിലാണ് 100%. ഒരു കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഡബിൾ അല്ലാതെ കുറയില്ല. എന്തായാലും ഭൂരിപക്ഷം കൂടും 100%. തീർച്ചയായിട്ടും വമ്പം ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഒരു 20,000-ന് മേലെ കടക്കും ഉണ്ടാവും തീർച്ചയായിട്ടും. നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണ് ഉറപ്പുവരുത്താൻ ഇന്നു തന്നെ ടെസ്റ്റ് നടത്തൂ. ഈ ലാബ് സെലഫി മസ്ജിദിന് സമീപം NC കോംപ്ലക്സ്, കുറ്റിപ്പുറം റോഡ്, വളാഞ്ചേരി.